പിള്ള, ഡിഫൻസ് PR എന്നൊക്കെ ഇപ്പം ടെലിഫോണിൽ. ശ്രീ അതുൽ പിള്ള, ഇന്ന് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ്. തിരച്ചിലിന്റെ ഒരു പ്രോഗ്രസ് താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? പ്രോഗ്രസ് ഒരു ഐഡിയൽ കണ്ടീഷൻ ആയിരുന്നു ഡൈവിംഗ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഡൈവേഴ്സ് വന്നിട്ട് അവർ ഡൈവിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഡൈവിംഗ് ചെയ്തത് ബേസ്ഡ് ഓൺ ദ ഇൻപുട്സ് ഓഫ് സോണാർ. ഡേ ഫോർ യെസ്റ്റർഡേ നമ്മൾ സോണാർ സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് ഒരു പ്രോബിൾ ലൊക്കേഷൻസും പണ്ടത്തെ ലൊക്കേഷൻസുമായിട്ട് കമ്പാരിറ്റീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ബേസിസിൽ അവർ ഡൈവ് ചെയ്യുന്നത്. ഇപ്പോൾ അടിത്തട്ടിലേക്ക് പോയി. നേരത്തെ നേവിയുടെ ഉദ്യോഗസ്ഥൻ 10-15 മിനിറ്റോളം അടിത്തട്ടിൽ പോയി പരിശോധന നടത്തിയതിനു ശേഷം ചില ലോകഭാഗങ്ങളൊക്കെ മുകളിലേക്ക് കൊണ്ടുവരുന്ന ഞങ്ങൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. ഈ ലഭിച്ചത് എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിവരം അങ്ങേക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ലില്ല, എനിക്ക് ഇതുവരെ ആ ഡൈവിംഗ് സൂപ്പർവൈസർ അവരൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഡിസ്റ്റർബ് ചെയ്യരുത്. അതുകൊണ്ട് ഞാനിപ്പം ആ ഡൈവിംഗ് സൂപ്പർവൈസറുമായിട്ട്, ബിക്കോസ് പുള്ളിക്കാരൻ അവിടെ ഡൈവ് ചെയ്യുന്ന സമയത്ത് ഹി ഹാസ് ടു കൺട്രോൾ ആ ഡൈവറിനൊന്നും പറ്റാതെ നോക്കണം. സോ അത് കഴിഞ്ഞിട്ട് അവരോട് ഡൈവർ മേളിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ റിപ്പോർട്ട് മേടിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ ശരിയാണ്, വലിയ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഇന്ന് അല്പം അന്തരീക്ഷം അനുകൂലമാണെങ്കിലും പുഴയുടെ അടിത്തട്ട് അത് വലിയ ഒഴുക്കുള്ളത് തന്നെയാണ്. മാത്രമല്ല ഇത്രയധികം അവശിഷ്ടങ്ങളും എല്ലാം മണ്ണുമൊക്കെ ഉള്ള സ്ഥലമാണ്. വലിയ ദുഷ്കരമായൊരു ശ്രമം തന്നെയാണ് അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നറിയാം. എത്ര ദിവസം കൂടി നമുക്കിങ്ങനെ അനുകൂലമായൊരു കാലാവസ്ഥ അവിടെ ഉണ്ടാകും? എത്ര ദിവസം കൂടി ഇനി മുന്നോട്ട് പോകേണ്ടി വരുമെന്നൊരു കാൽക്കുലേഷൻ ഉണ്ടോ? അങ്ങനെ നമുക്ക് പറയാൻ കഴിയുമോ? നേച്ചറിന്റെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആസ് ഓഫ് നൗ എസ്റ്റർഡേയും ഇന്നും നല്ലൊരു മീൻസ് ഐഡിയൽ ആയിരുന്നു. ഞാൻ 100% ഐഡിയൽ എന്ന് പറയത്തില്ല, പക്ഷെ സ്റ്റിൽ വി കുഡ് ഡു ഇറ്റ്. ഞാൻ ഒന്നും പറഞ്ഞു നേവി ഡൈവേഴ്സ് ഈവൻ 3 knots ആണെങ്കിലും വി വുഡ് ഹാവ് അറ്റംപ്റ്റഡ് ഡൈവിംഗ്. സോ നൗ ഇറ്റ് ഇസ് 2 knots ഒക്കെ ഉണ്ട്. സോ ദാറ്റ്സ് വൈ അവർ ഡൈവ് ചെയ്യുന്നുണ്ട്. ആൻഡ് നാളെ ഇതുപോലത്തെ ഒരു സാഹചര്യം ഇമേജ് പോസിറ്റീവായിട്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ വെരി ഗുഡ്. കിട്ടിയില്ലെങ്കിൽ അഗെയിൻ ടുമോറോ ദേ ആർ ഓൺ ടാസ്ക്. Till that time ഒരു ലോജിക്കൽ കൺക്ലൂഷൻ കിട്ടാതെ I don't think they will pull back from that place. ഡിഫൻസ് PR അതുൽ പിള്ളയാണ് സംസാരിച്ചത്. നന്ദി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്.